ഹായ് ഹലോ ദിസ് ഈസ് വിജിത രാമചന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സാധാരണ ഹോൾ വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത് ലേഡീസ് കുർത്താസ്, സാരി അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ്. ഞാനിപ്പോൾ ഇന്നിവിടെ ജെൻസിൻ്റെ ടീഷർട്ട് കൂടി ഹോൾ ചെയ്യുന്നുണ്ട്. ഒരു 6 ടീഷർട്ടാണ് ഞാൻ ഇന്നിവിടെ ഹോൾ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നും പിന്നെ ആജിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആകെ ഒരു ടീഷർട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ടീഷർട്ട്. ഒരു ബ്ലൂ, യെല്ലോ പിന്നെ വൈറ്റ് ഇടയിൽ കളർ കൂടിയിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് 300 റുപ്പീസ് ആയിരുന്നു ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ടീഷർട്ടാണ്. ഇതിൻ്റെ 2 കളർ ചേഞ്ചാണ് പിന്നെ ആജിയോ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ. ഇത് നമ്മൾ ആജിയോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനും സെയിം റേഞ്ചാണ് 300 റുപ്പീസ്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് കാണിച്ചില്ലേ ഇത് ഒരു മിക്സഡ് ആട്ടോ, പ്യുവർ കോട്ടൺ അല്ല. ഇതെന്ന് പറയുന്നത് ഒരു പ്യുവർ കോട്ടൺ അല്ല, ഒരു മിക്സഡ് ക്ലോത്ത് ആണ്. ഇത് പ്യുവർ കോട്ടൺ ആണ് ആൻഡ് ഇതിനും 300 റുപ്പീസാണ്. നല്ലൊരു കളറാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. പിന്നെ നെക്സ്റ്റ് ടീഷർട്ട് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് റെഡും ബ്ലാക്കും. അപ്പോൾ ഇതിനും സെയിം റേറ്റ് ആണ്, പ്യുവർ കോട്ടൺ ആണ്, 300 റുപ്പീസ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 ടീഷർട്ട്. അപ്പോൾ ഇത് 3 ടീഷർട്ടും ഏകദേശം സെയിം ഒരേപോലത്തെ പാറ്റേൺ ആണ്. ഇനി നമ്മൾ വേറെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീഷർട്ട് നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങൾ അടുത്തത് പർച്ചേസ് ചെയ്തത് ആജിയോ എന്നാണ്. അതായത് ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം ട്രെൻഡ്സിൽ പോയപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് 2499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത ഒരു 1000 രൂപ ഓൺലൈൻ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഓൺലൈനിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പർച്ചേസ് ചെയ്ത് വന്നപ്പോൾ ആ ആജിയോൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതിൽ തന്നെ ഒരു വലിയൊരു ഓഫർ അതിലുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ബാഗ് ഓഫർ എന്ന് പറഞ്ഞത്. അതായത് ഒരാൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1500 രൂപ വരെയൊക്കെ ഓഫ് വരുന്ന അങ്ങനത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ അതാണ് ഞങ്ങൾ ശരിക്കും യൂസ് ചെയ്തത്. പക്ഷേ ആ കാർഡിൻ്റെ കൂപ്പൺ ആ ഓഫർ ഞങ്ങൾ ഉപയോഗിച്ചില്ല. ആ ഫസ്റ്റ് ബാഗ് ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. അപ്പോൾ അതിന്ന് ചെയ്തപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു 1000 രൂപയുടെ ടീഷർട്ട് ആണെങ്കിൽ 30% ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടി. അതും പോരാഞ്ഞിട്ട് പിന്നെ ഈ ഫസ്റ്റ് ബാഗ് ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഓഫറിലാണ് ഞങ്ങൾക്ക് പിന്നെയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു ടീഷർട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡുള്ളൊരു ടീഷർട്ടാണ്. നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്, സ്റ്റൈലിഷാണ്. ഇങ്ങനൊരു വി പോലത്തെ അങ്ങനത്തെ ഒരു കട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് അജിയോയിലെ സൈറ്റിൽ 999 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 30% ഓഫർ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 699 റുപ്പീസിനാണ് ഈ ഒരു ടീഷർട്ട് കിട്ടിയത്. അടുത്ത ടീഷർട്ട് എന്ന് പറയണത് ഇതാണ്. ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. അപ്പോൾ ഇതിനെന്ന് പറയണത് റെഡും ഇതൊരു ഒരു സ്ലേറ്റ് ഗ്രേ കളർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1299 രൂപയായിരുന്നു. പിന്നെ 50% ഓഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 650 രൂപയ്ക്കാണ് ഈ ഒരു ടീഷർട്ട് കിട്ടിയത്. അടുത്തൊരു ടീഷർട്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഇത് ജെൻസിൻ്റെ ആണ് കേട്ടോ. ഏട്ടന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് അടുത്ത ടീഷർട്ട്. കണ്ടോ, നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മസ്റ്റേർഡ് കളറും ഒരു ബ്ലൂ കളറും ആയിട്ടുള്ള ടീഷർട്ടാണ് ഇതും പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അത് പ്രത്യേകം പറയേണ്ട. വാങ്ങിയത് മുഴുവൻ കോട്ടൺ ആണ്. ഫസ്റ്റ് കാണിച്ചത് മാത്രമാണ് മിക്സഡ് ആയിട്ട് വന്നത്. ഇതും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതും 1299 രൂപയ്ക്കായിരുന്നു
പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നെ 30% ഓഫിൽ 909 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. നമ്മൾ സാധാരണ കടകളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിലൊക്കെ പോയാൽ ഇങ്ങനൊരു സ്റ്റൈലിഷായ ടീഷർട്ടുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഏട്ടന് വാങ്ങാനായിട്ടാണെങ്കിലും ബ്രദറിന് വാങ്ങാനായിട്ടാണെങ്കിലും കുറേ ഷോപ്പുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടീഷർട്ട് കാണുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, തീരെ കാണാറില്ല. വല്ലപ്പോഴും 1-2 ഒക്കെ കണ്ടാലേ ഉള്ളൂ. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടുകളായിരിക്കും ജെൻസിന് വേണ്ടിയിട്ടുള്ളത് കൂടുതലും വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഫുൾ എന്താ പറയുക, അങ്ങനായിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനത്തെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ കോളർ ഉണ്ടല്ലോ, നെക്കുള്ളതും ഈ കോളറുള്ളതും കോളർലെസ് ഇല്ലാത്തതും അതിൽ കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം കോളറുള്ള ടീഷർട്ടുകൾ കടയിൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടുന്ന് കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു പാറ്റേൺ ഒരിക്കലും കിട്ടില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ ടീഷർട്ടുകൾ നോക്കി കുറേ നടന്നിട്ടുണ്ട്, കിട്ടിയിട്ടേ ഇല്ല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പ്ലെയിൻ എന്തെങ്കിലും എടുത്തിട്ട് പോരാണ് പതിവ്. കാരണം കോളർ ഉപയോഗിക്കുന്നവർക്ക് കോളർ തന്നെ വേണമല്ലോ. പക്ഷെ കോളറില്ലാത്തത് നെക്ലെസ് ആയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസിലുണ്ട്, അത് ഞാൻ ഉണ്ടെന്ന് പറയാം. പക്ഷെ കോളറുള്ളതിൽ കടകളിൽ നിന്ന് സാധാരണ തീരെ നല്ലതൊന്നും കിട്ടാറില്ല. അപ്പം അങ്ങനെ കോളറുള്ള ടീഷർട്ട് സ്റ്റൈലിഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് എനിക്കൊരു ജീൻസാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ജീൻസ്. എൻ്റെ ജീൻസ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റൈലിഷാണ്, കുറച്ച് സ്ക്രാച്ചും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്ന് പറയണത് 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. 40% ഓഫ് ഉണ്ടായിരുന്നു. 40% ഓഫിൽ 1199 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. വേറെ കാണിച്ച യെല്ലോയും റെഡും ബ്ലൂവും ടീഷർട്ടുകളും പിന്നെ എൻ്റെ ജീൻസും കൂട്ടിയിട്ട് ഓഫറും കൂട്ടിയിട്ട് 3457 രൂപയായിരുന്നു പ്രൈസ് ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതിന്ന് ഫസ്റ്റ് ബാഗ് ഓഫർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു ഓഫർ ഡിസ്കൗണ്ട് ചെയ്തത് ആ ഓഫർ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1778 രൂപയായിരുന്നു. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ബാക്കി പ്രൈസ് എന്ന് പറയണത് 1678 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഈ 3 ടീഷർട്ടും എൻ്റെ ഒരു ജീൻസും കൂടി വാങ്ങിയത്. അതായത് 3457 രൂപയുടെ സാധനം 1778 രൂപ മൈനസ് ചെയ്തിട്ട് 1678 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയത്. ഇനി ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി വാങ്ങിയ കുറച്ച് ടീഷർട്ടിനെ കുറിച്ചാണ്. ഇത് ഞങ്ങൾ ട്രെൻഡ്സിൽ നിന്ന് പോയി വാങ്ങുകയാണ് ചെയ്തത്, ഓൺലൈനല്ല. അപ്പോൾ വാങ്ങിയപ്പോൾ അതും കൂടി ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതാ, നല്ല വൈറ്റ് കളറിലുള്ള ഒരു ടീഷർട്ടാണ്. ഇതിന് 250 രൂപയാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. കോട്ടൺ ആണ്, നല്ല ഫാബ്രിക്കാണ്. 250 രൂപയ്ക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മുൻപ് ഞാൻ പറഞ്ഞ ടീഷർട്ടുകളൊക്കെ മീഡിയം സൈസാണ് കേട്ടോ. അടുത്തൊരു ടീഷർട്ട് എനിക്ക് വാങ്ങിയെന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത്. ഇതിന് 230 രൂപയാണുള്ളത്. നല്ല മെറ്റീരിയലാണ്. അടുത്ത ടീഷർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂ ടീഷർട്ടാണ്. ഇതിനും 230 രൂപയാണ്. നല്ല തുണിയാണ്, കംഫർട്ടബിളാണ്. ഫസ്റ്റ് ഒരു വൈറ്റ് ടീഷർട്ട് കാണിച്ചില്ലേ, ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷ്രഗ് വാങ്ങിയത്. ഇതിൻ്റെ റുപ്പീസ് എന്ന് പറയുന്നത് 699 രൂപയാണ്. കാണിച്ചു തരാം. നല്ല സൂപ്പർ ഷ്രഗാണ്. ഇതാണ് സാധനം. നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഈ ഒരു ടീഷർട്ടിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് പോകും. അതിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും സ്ലീവ്ലെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിലും ഈ ഷ്രഗ് സൂപ്പറായിട്ട് ചേരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷ്രഗും വൈറ്റ് ടീഷർട്ടും കൂടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഫസ്റ്റ് ആദ്യം അതാണ് എടുത്തത്, പിന്നെയാണ് ബാക്കിയുള്ള ടീഷർട്ടുകളൊക്കെ ഞങ്ങൾ നോക്കിയത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കഥ. എൻ്റെ ടീഷർട്ടൊക്കെ എക്സ്ട്രാ സ്മോൾ സൈസാണ് കേട്ടോ. ഇനി അടുത്തത്, നമ്മൾ ഇതുവരെ ടീഷർട്ടുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, പാവം കുർത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം അടുത്തത് ഒരു കുർത്തിയാണ്. നല്ലൊരു മസ്റ്റേർഡ് കളർ കുർത്തിയാണ്.
ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ആൻഡ് ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് പേര് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കില്ലാത്തൊരു കളറാണ്. ഞാൻ കൂടുതലും വാങ്ങാമെന്ന് പറയുന്നത് റെഡ് കളറായിരിക്കും. എൻ്റെ ചുരിദാറായാലും ടോപ്സ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും ഒക്കെ നോക്കിയാൽ കൂടുതലും റെഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങി. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോളാണ്. ഇതിൻ്റെ പ്രൈസ് 499 ആണ്, അതായത് 500 റുപ്പീസ്. അപ്പോൾ ഇതാണ് ഒരു കുർത്ത. മെയിനായിട്ട് ഇതിൻ്റെ ബെൽ സ്ലീവ്സ് ആണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ കുഴപ്പമില്ല. തുണി പക്ഷെ ഭയങ്കര ചൂടെടുക്കുന്ന തുണിയാണ് കേട്ടോ, അത് പറയാതിരിക്കും. ഇതിൻ്റെ ഈ ഒരു കുർത്തയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ 1799 രൂപയാണ് പറയുന്നത്. പക്ഷേ ഓഫറിൽ 525 രൂപയ്ക്കാണ് ഈ ഒരു കുർത്ത കിട്ടിയത്. ഇനി ഒരു കുർത്ത തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ്, റെഡ്, യെല്ലോ, ഗ്രീൻ കോമ്പിനേഷനിലുള്ളൊരു കുർത്തയാണിത്. നല്ല സൂപ്പർ അടിപൊളി കുർത്തയാണ്. ഇതിൻ്റെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ പോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ വരെ അങ്ങനെ തന്നെ. ഇത് തന്നെയാണ് ഫുൾ ബോഡി, ഇത് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ എക്സ്ട്രാ സ്മോളാണ്, പക്ഷേ എനിക്ക് ഇത്തിരി ലൂസാണ്, ആൾട്ടർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 499 ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്കിത് ഓഫറിൽ 393 രൂപയ്ക്കാണ് ഈ ഒരു കുർത്ത കിട്ടിയത്. 393 രൂപയ്ക്ക് ഈ ഒരു കുർത്ത എന്ന് പറയുന്നത് വളരെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ലൊരു സൂപ്പർ കുർത്തയാണ്, നല്ലൊരു കളറുമാണ്, വൈറ്റ് കളറാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഓൺലൈനിൽ നിന്നായാലും ഷോപ്പിൽ പോയിട്ടായാലും പർച്ചേസ് ചെയ്ത കുറച്ച് ടീഷർട്ടുകളും ജെൻസ് ടീഷർട്ടുകളും 6 എണ്ണം, പിന്നെ എനിക്കൊരു 3 ടീഷർട്ട്, പിന്നെ ഒരു 3 കുർത്തീസ്. അപ്പോൾ അത്രയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഹോൾ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ പറയണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നതുവരേക്കും ടാറ്റാ, ബൈ ബൈ.